എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുക്കിയ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം, അതായത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ ഹിസ്റ്ററിയിലെ 4ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി 4ാമത്തെ പാഠം. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൻ്റെ 4ാമത്തെ പാഠം നമ്മൾ തുടങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ 1ഉം 2ഉം 3ഉം പാഠം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അത് നമുക്ക് ഒറ്റ ക്ലാസ്സായിട്ട് 1ഉം 2ഉം 3ഉം പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഇപ്പം ഈ 4ാം പാഠം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് 10th പ്രിലിംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഈ പാഠത്തിൽ നിന്നും നമുക്ക് 10th പ്രിലിംസിനും ഡിഗ്രിക്കും എല്ലാം മെയിൻ എക്സാമിനും എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഈ പാഠത്തിലേക്ക് കടന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ പേര് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നാണ്. ഫ്രണ്ടിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭരണഘടനയിലെ കവർ പേജിൻ്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ഒരു സമ്മേളനം കൂടുന്നതിൻ്റെ പിക്ചറാണ്. ജവഹർലാൽ നെഹ്റുവിനെ നമുക്കവിടെ കാണാം അല്ലേ. നോക്കിക്കേ, അപ്പോൾ എന്താണ് ഇവിടെ? വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും. പുതുജീവിതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇതാരുടെ വാക്കുകളാണ് നമുക്കറിയാം അല്ലേ. ജവഹർലാൽ നെഹ്റുവിൻ്റെ, അതായത് സ്വാതന്ത്ര്യ പുലരിയിൽ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ തന്നിരിക്കുന്നത്. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും. പുതുജീവിതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്. ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ലേ. സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യ പുലരിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ്. വൈദേശിക ഭരണത്തിൻ്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാനിർഭരവും ഉത്തരവാദിത്തപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്തെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹ്യ ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അല്ലേ. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ പാഠം പഠിച്ചപ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നുള്ള പാഠമൊക്കെ പഠിച്ചതാ എത്രമാത്രം ഇവിടുത്തെ ജനങ്ങളെ അവർ ജാതിയുടെ പേരിലും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനം എന്ന് വെച്ചാൽ എന്താണ്, പാവപ്പെട്ടവനെ ഇട്ട് ക്രൂരമായി മർദ്ദിച്ചും പണിയെടുപ്പിച്ചും എല്ലാം അവശരാക്കിയല്ലേ. ദാരിദ്ര്യം ഒരു വശത്ത്, അതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാ. അപ്പോൾ ഈ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഉണ്ട്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. ഇനി നമുക്ക് ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക് എന്താണ് ലക്ഷ്യപ്രമേയം നമുക്ക് നോക്കാം. ലക്ഷ്യപ്രമേയം: ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കാനും അതിനുവേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു.
സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളും ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും. അപ്പോൾ ഈ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ നമ്മൾ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു, ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും ലയനവും എല്ലാം പറഞ്ഞു. അപ്പോൾ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് പ്രദേശങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങളും എല്ലാം ചേർന്ന് ഒരു യൂണിയൻ ആയിരിക്കണം, ഒരു കൂട്ടമായിരിക്കണം. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടണം. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവിടെയുള്ള ഭരണകൂടത്തിന് അവകാശമുണ്ടാകണം. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. അപ്പം ഇന്ത്യയിലെ പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പ് നൽകണം. അതുപോലെ തന്നെ നീതിയും രാഷ്ട്രീയ സമത്വവും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും എല്ലാം എങ്ങനെയായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. ഇവയൊക്കെയാണ് എവിടെ പറയുന്നത്? ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. അപ്പോൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ബോക്സ് നിങ്ങൾ പലതവണ വായിക്കണം. കാരണം പുതിയ പുസ്തകമാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയാമായിരിക്കണം. അപ്പോൾ നമ്മുടെ പഴയ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊന്നും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു. എന്നാണ് അവതരിപ്പിച്ചത് ലക്ഷ്യപ്രമേയം? 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? അവസര സമത്വം ഉണ്ടല്ലേ. പിന്നെ എന്താണ്? നിയമത്തിന് മുൻപിൽ തുല്യ അവകാശം, രാഷ്ട്രീയ നീതി. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്? നോക്കിക്കേ, അവസര സമത്വം, പദവി സമത്വം, രാഷ്ട്രീയമായ നീതി, അതുപോലെ തന്നെ നിയമത്തിന് മുമ്പിലുള്ള സമത്വം, നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി അവരുടെ എല്ലാ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുക. ഇവയൊക്കെ ആയിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഭാരതത്തിൻ്റെ ഭരണഘടന. നമുക്ക് ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ നമ്മൾ ആദ്യത്തെ പേജ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ഈ ഭാരതത്തിലെ ജനങ്ങളായ നാം, ഇത് തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് തുടങ്ങുന്നത്. ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ
നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ 1900 ഈ തന്നിരിക്കുന്ന എന്താ നിങ്ങളൊന്ന് നോക്കിക്കേ, എത്ര ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ നിന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഫസ്റ്റ് പേജാണല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് തുടങ്ങുന്നത്, ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഭാരതത്തെ എന്തായിട്ടാണ് സംവിധാനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്ക്. ഈ ഓർഡർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഇനി ഏത് തരം നീതിയും സമത്വവും സ്വാതന്ത്ര്യവും നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നു. അതുപോലെ തന്നെ വ്യക്തിയുടെ അന്തസ്സ്, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള ഡേറ്റ് ആണ് 1949 നവംബർ 26. അപ്പം ആകെ ഒരേ ഒരു ഡേറ്റ് ആണ് പരാമർശിച്ചിട്ടുള്ളൂ, 1949 നവംബർ 26. അന്ന് നമ്മൾ ഭരണഘടന സ്വീകരിച്ചു, അത് നമുക്ക് തന്നെ നാം പ്രദാനം ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആർക്കാണ് ഇന്ത്യൻ ഭരണഘടനയെ പ്രദാനം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരേ ഒരു ഡേറ്റ് എന്നാണെന്ന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1949 നവംബർ 26. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നോക്കിക്കുക അതിൻ്റെ താഴെ 1976 ഭരണഘടന 42ാം ഭേദഗതി. എത്രാമത്തെ ഭേദഗതിയാണ്? 42ാം ഭേദഗതി പ്രകാരം പരമാധികാര, ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നതിന് പകരം എന്താക്കി? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പോൾ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു അല്ലേ. സ്ഥിതി സമത്വ, മതേതര എന്ന വാക്കുകളാണ് അവിടെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഈ മാറ്റം വന്നത്. അതിനുശേഷം അതെന്തായി? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം നമ്മൾ ചേർത്തത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. അപ്പോൾ ഈ ഭേദഗതി പ്രകാരം വന്ന ഈ മാറ്റങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? അത് 1977 ജനുവരി 3 മുതലാണ്. അപ്പോൾ 76ാം ഭരണഘടന ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ മാറ്റങ്ങൾ നിലവിൽ വന്നത് 1977 ജനുവരി 1 മുതലാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മളോട് ഇതിൽ നിന്നും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പഠിക്കണേ. ഈ 42ാം ഭരണഘടനാ ഭേദഗതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കും. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഏതെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പരമാധികാരം ജനങ്ങൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കേ? സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി തന്നിട്ടുണ്ട്. അതും എവിടെ പറഞ്ഞിട്ടുള്ളതാ? ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഏത് മത ആരാധന നടത്താനും ഏത് മതത്തിൽ വിശ്വസിക്കാൻ. ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്വന്തമായി ഒരു മതമില്ല അല്ലേ. പല മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ആചാരങ്ങൾ ഫോളോ ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത്. പിന്നെ പദവിയിലും അവസരത്തിലും സമത്വം, ഇതും ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നവയാണ്. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യപ്രമേയത്തിൽ നിന്നും എടുത്തിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനാ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കത് വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഭരണഘടനയുടെ സവിശേഷതകളാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും നമ്മുടെ ഭരണഘടനയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത? ഒന്ന് നമുക്കറിയാം. എന്താണ്? ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് പോയിൻ്റ് ആയിട്ടെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക. കാരണം കേൾക്കുന്നതൊപ്പം ഒരു പ്രാവശ്യം നമ്മളതൊന്ന് നോട്ട് ചെയ്താൽ നമ്മുടെ മൈൻഡിൽ നമ്മളത് ഓർക്കും. ഉറപ്പായിട്ടും പിന്നീട് നമ്മളത് കാണുമ്പോൾ ഓർക്കും. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ആരംഭിച്ചത്? ആരുടെ ആയിരിക്കും രൂപീകരിക്കപ്പെട്ടത്?
ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം. ഏത് വർഷം, ഏത് തീയതി? 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1946 ഡിസംബർ 6 ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം. ഇനി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിനെടുത്ത കാലഘട്ടം ചോദിച്ചാൽ അത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരും അവിടെ നിന്നും. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നമ്മൾ അംഗീകരിച്ചതെന്നാണ്? 1949 നവംബർ 26. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? അത് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ എത്ര ഭാഗം ഉണ്ടായിരുന്നു? 22 ഭാഗം, 395 വകുപ്പുകൾ, അതായത് 395 ആർട്ടിക്കിളുകൾ, 8 പട്ടികകൾ, 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും അതിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയിൽ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് തയ്യാറാക്കപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം. ഈ ഒരു പാരഗ്രാഫിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് വരും. കാരണം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആരുടെ ശുപാർശ പ്രകാരം? ക്യാബിനറ്റ് മിഷൻ്റെ. എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? 1946 ഡിസംബർ 6. അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നതാണ് നിർമ്മാണ സമിതി ഡിസംബർ 9 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. എത്ര വർഷം സമയമെടുത്തു? 2 വർഷം 11 മാസം 17 ദിവസം. ഇനി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഡേറ്റാണ് 1949 നവംബർ 26. അന്ന് നമ്മൾ ഭരണഘടന അംഗീകരിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ഭാഗം ഉണ്ടായിരുന്നു? 22 ഭാഗവും 395 വകുപ്പുകളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇനി ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന, അല്ലേ? 1.5 ലക്ഷത്തോളം വാക്കുകളടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിൻ്റെ വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. അപ്പം അതിൻ്റെ 1.5 ലക്ഷത്തോളം വാക്കുകളടങ്ങി സമഗ്രവും വിപുലവുമായ ഒരു രേഖയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞത്. ഇതിനെ രാജ്യത്തിൻ്റെ വൈപുല്യവും പരിഗണിച്ച്, അതായത് നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുള്ള ആളുകൾ പല കൾച്ചറുകളുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം പരിഗണിച്ച് വിശദമായ ഒരു ഉള്ളടക്കം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് പാർലമെൻ്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പം പാർലമെൻ്ററി ജനാധിപത്യം, കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും നീതിന്യായ വിഭാഗവും എല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലേ? അപ്പോൾ ഈ കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്ന ആളുകൾ
നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. അപ്പോൾ നിയമനിർമ്മാണ സഭയാണ് ഈ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്, അല്ലേ? നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അവിടെ കാര്യങ്ങൾ നടത്താൻ ആളുകൾ വേണം. അവരാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാം. അപ്പം ദൃഢവും അയവുള്ളതുമായ ഘടനയാണ് എന്തിൻ്റേത്? ഇന്ത്യൻ ഭരണഘടനയുടേത്. നമ്മുടെ രാജ്യത്ത് ചില ഭേദഗതികളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ചിലതെങ്ങനെയാണ്? നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാം. ഭേദഗതി വരുത്തണമെങ്കിൽ, ഭരണഘടനയിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് നടപടിക്രമങ്ങളുണ്ട്. പാർലമെൻറ്റ് വേണം ഭേദഗതി കൊണ്ടുവരാനായിട്ട്. പിന്നെ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ ആണ് എന്ത്? മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും സ്വന്തം രാജ്യം ഉറപ്പ് നൽകുന്ന മൗലികമായ ചില അവകാശങ്ങളുണ്ട്. അവയാണ് എന്ത്? അടിസ്ഥാന അവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ. ഇനി മൗലിക കർത്തവ്യങ്ങൾ എന്താ? പൗരന്മാർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. രാഷ്ട്രം നമുക്ക് മൗലികാവകാശങ്ങൾ, അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പ് തരുമ്പോൾ നമ്മൾ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതാണെന്ത്? മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നത്. ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താ? ഭാവി രാഷ്ട്രത്തിനും സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതായത് രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നത്. എന്ത് നമ്മൾ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, അതായത് എന്താണ്? മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ. ലോകസഭ അറിയപ്പെടുന്നത് അധോസഭ എന്നാണ്. നിയമനിർമ്മാണത്തിൽ രണ്ടാമത്തെ ഒരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ. ഉപരിസഭ എന്താണ്? രാജ്യസഭ. എങ്ങനെ? 2 സഭകളുണ്ട്. അപ്പം നമ്മുടെ പാർലമെൻറ്റിൽ 2 നിയമനിർമ്മാണ സഭകളായിട്ടാണ്. അതിൽ ഒന്നാമത്തേത് എന്താ? ജനങ്ങളുടെ സഭയാണ്, അത് അധോസഭ, ലോകസഭയെന്നും. ഇനി രണ്ടാമത്തെ ചിന്തയ്ക്കായിട്ട് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭയാണ് രാജ്യസഭ. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും, അല്ലേ? എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിനാണ് എന്ത്? കൂടുതൽ പവർ, അല്ലേ? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ കോടതി സംവിധാനം, അതായത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം നിർമ്മിക്കുന്നവരും മറ്റില്ല കാര്യനിർവഹണ വിഭാഗത്തിലുള്ളവരും അല്ലാതെ നമുക്ക് കോടതി ഉണ്ടല്ലേ? എന്താണ്? നമുക്ക് നീതി ലഭിക്കാനാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. അപ്പം ഈ നിയമത്തിൻ്റെയും ഈ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും നിയന്ത്രണത്തിലല്ലാതെയാണ് എന്ത്? കോടതി സംവിധാനം. കോടതിക്ക് സ്വന്തമായി നിലപാടുകൾ എടുക്കാം, അല്ലേ? തീരുമാനങ്ങൾ എടുക്കാം. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അല്ലേ? ഇലക്ഷൻ കമ്മീഷനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ PSC, ഇവയൊക്കെ എന്താണ്? ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, അല്ലേ? ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പം ഭരണഘടനയെ പറ്റിയുള്ള സവിശേഷതകളാണ് ഈ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, പാർലമെൻ്ററി ജനാധിപത്യം, ദൃഢവും അയവുമുള്ളതായ ഘടന,
മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടുകൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇവയൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ. ഇന്ത്യൻ ഫെഡറലിസം എന്നതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. ഇന്ത്യൻ ഫെഡറലിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് കേട്ടോ, കാരണം പുതിയ പുസ്തകമാണ്, ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസൊക്കെ വരും. ഇവിടെ നമുക്ക് ഒരു ഡയറി കുറിപ്പ് പോലെയാണ് തന്നിരിക്കുന്നത്, നമുക്ക് നോക്കാം. യുടെ സവിശേഷതയെക്കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച ഒരു സെമിനാറിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് നോക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഒരു ഭരണക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ എന്താണ്? ഭരണം കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കിട്ടെടുക്കുന്നു. ഇവിടെ ജനാധിപത്യം എന്നത് കൂടുതൽ അർത്ഥപൂർണമാകുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ വൈവിധ്യങ്ങളെയും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നത് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അതായത് കേന്ദ്രത്തിലേക്കും സ്റ്റേറ്റിലേക്കും. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണ് ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് എഴുതപ്പെട്ട ഭരണഘടന, അതുപോലെ തന്നെ അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഭാഗം 1 ഭരണഘടന ഭാഗം 1 യൂണിയനും അതിൻ്റെ പ്രദേശവും. അപ്പോൾ യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും. ഇന്ത്യ അതായത് ഭാരതം. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം അതായത് ആർട്ടിക്കിൾ 1 നമ്മളിവിടെ വായിക്കുന്നത് കേട്ടോ. അതിലെന്താ പറയുന്നത്? യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും. യൂണിയൻ എന്നുദ്ദേശിക്കുന്നത് ഇന്ത്യ അതായത് ഭാരതം. പിന്നെ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കുന്നതാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശവും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഭൂപ്രദേശം, സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാണ് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇത് പ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. അത് സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഭരണഘടനയിൽ ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും
വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളിൽ ചിലത് താഴെ കൊടുക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സവിശേഷതകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഭരണഘടന ഏതേ ഉള്ളൂ? ഒരു പൊതു ഭരണഘടനയെ നമുക്കുള്ളൂ അല്ലേ. ഇനി ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം. ഇന്ത്യയിലെ പൗരത്വം എങ്ങനെയാണ്? അത് ഏക പൗരത്വമാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈയ്യ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. ഇവയൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പുതിയ പുസ്തകങ്ങളിൽ നിന്നും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ബോക്സൊക്കെ ഒന്ന് കണ്ടുവെക്കുന്നതും 2 തവണ വായിച്ചു വെക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ മറ്റൊരു വലിയ സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്രത്തിന് മാത്രമല്ല അധികാരങ്ങളുള്ളത്. അവ എന്താണ്? സർക്കാരുകൾക്കും ഈ അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ്. അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടിക ഏത് പട്ടികയിലാണ്? 7ാം പട്ടികയിലാണ്. 8 പട്ടികയല്ലേ, 7ാം പട്ടികയിൽ ആണ്. പഴയതിലാകട്ടോ 8 പട്ടിക, പുതിയതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഭേദഗതികളൊക്കെ വരുത്തിയിട്ടേ. അപ്പം 7ാം പട്ടികയിലാണ് പറയുന്നത്. അധികാര വിഭജനം ഏത് പട്ടികയിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് 7ാം പട്ടിക. ഇനി അധികാര വിഭജനം 7ാം പട്ടികയിൽ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്നതാണ് യൂണിയൻ ലിസ്റ്റ്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലേ. പിന്നെ അവിശിഷ്ട അധികാരങ്ങൾ എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമ നിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ്. ഭരണഘടനയിൽ നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൽ അധികാരമെടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണ അധികാരം ആർക്കാണ്? അത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഓക്കെ. അപ്പം 97 വിഷയങ്ങളാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം അധികാരം ആർക്കാണ്? അത് കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെയാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തുള്ളതാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. അതൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ വരുന്നു? അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നു. അടുത്തതാണ് സംസ്ഥാന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ, സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. യൂണിയൻ ലിസ്റ്റിലെ കേന്ദ്രത്തിനാണെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലെ സംസ്ഥാനങ്ങൾക്കാണ് അവിടെ അധികാരം. ഈ വിഷയത്തിലുള്ള പട്ടികകളിൽ മേൽ എല്ലാത്തിനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 66 വിഷയങ്ങളായിരുന്നു സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ എവിടെ വരുന്നു? അതൊക്കെ സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് സമവർത്തി ലിസ്റ്റ്, അതായത് കൺകറൻറ്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. അപ്പം ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഇവിടെ അധികാരമുണ്ട്. അപ്പം തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ ആദ്യമുണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റിൽ 66, ദെൻ സമവർത്തി കൺകറൻറ്റ് ലിസ്റ്റ് എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സമവർത്തി ലിസ്റ്റ് എന്നുള്ളത് എൻ്റെ മലയാളമാണ്. സമവർത്തി ലിസ്റ്റിൽ
47. ഉദാഹരണത്തിന് ഈ സമവർത്തി ലിസ്റ്റിൽ വരുന്നതാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങിയവ. അപ്പോൾ ഇത് ഈ സമവർത്തി കൺകറൻറ്റിൽ എങ്ങനെയാണ് സ്റ്റേറ്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും കേന്ദ്രത്തിനും ഒരുപോലെ അധികാരമുണ്ട്. ഇനി അവശേഷിക്കുന്ന അധികാരം അല്ലെങ്കിൽ അവശിഷ്ട അധികാരം, റെസ്യൂഡറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങളെന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും വരാത്തതാണ് ഇവിടെ വരുന്നത് അവശേഷിക്കുന്ന അധികാരങ്ങളിൽ വരുന്നത്. ഇവയിൽ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഈ അവശേഷിക്കുന്ന അധികാരത്തിൽ ആർക്കാണ് ഇവിടെ നിയമനിർമ്മാണ അധികാരമുള്ളത്? അത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഓക്കെ, ഉദാഹരണം സൈബർ നിയമങ്ങൾ എവിടെയാണ് വരുന്നത്? അവശേഷിക്കുന്ന അധികാരത്തിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഒരു ബോക്സ് തന്നിട്ടുണ്ടേ. ഇതൊക്കെ വാർത്താ തലക്കെട്ടുകളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. തീവണ്ടി അപ്പോൾ എവിടെയാണ് വരുന്നത്? അത് യൂണിയനിലാണ് വരുന്നത് അല്ലേ. ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു, സ്റ്റേറ്റിൽ വരും. ദേശീയ വനനിയമം പ്രഖ്യാപിച്ചു. വനനിയമം എവിടെയാണ് വരുന്നത്? അത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നു. പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. എവിടെ വരും പോലീസ് നയം വരുന്നത് എവിടെയാണ്? അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. വിദ്യാഭ്യാസം എവിടെ വരുന്നു? അതും കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതൊക്കെ നമ്മുടെ സ്റ്റേറ്റിനും സെൻട്രലിനും ഒരുപോലെ അധികാരം വരുന്നു. അതിനെ തിരിച്ചെഴുതാനാണ് നമുക്കിവിടെ ഈ ബോക്സ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചത് പറഞ്ഞു അല്ലേ. ഇനി അധികാരം വേർതിരിക്കൽ എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഈ പാഠം ഒരു ലെങ്തി ചാപ്റ്ററാണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ് ഈ പാഠം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടാൽ അറിയാം, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതിലൊന്നും നമുക്ക് കളയാനില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ ഭരണഘടനയുടെ സവിശേഷതകളെന്നൊക്കെ ഉള്ളത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പഠിക്കണം. കാരണം ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ ഈ ഭരണഘടനയുടെ തുടക്കം, ആമുഖത്തിൻ്റെ തുടക്കം, ഇവിടെ നിന്ന് നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ ഭേദഗതി എന്ന് നിലവിൽ വന്നു, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യപ്രമേയം, കാരണം ഇത് പുതിയ പാഠപുസ്തകത്തിലെ ഉള്ളതാണ്. ഇവിടെ നിന്ന് നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. അപ്പോൾ ഈ പാഠം നമുക്ക് തീർന്നിട്ടില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ പഠിക്കും. കാരണം ഒന്നിച്ച് നമ്മളങ്ങ് പറഞ്ഞു പോയാലും നിങ്ങൾക്ക് അത് മൈൻഡിൽ സെറ്റായിട്ടിരിക്കാൻ പാടായിരിക്കും അല്ലേ. നമ്മൾ കുറേശ്ശെ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും അത് കേൾക്കുമ്പം നമ്മുടെ മൈൻഡിലതിരിക്കും. അപ്പം നിങ്ങൾ കാണണം, കേൾക്കണം, കേട്ട് പഠിക്കുക അല്ലേ. കേട്ട് പഠിക്കുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ അത് നിൽക്കും. നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ നല്ലതുപോലെ കേൾക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി നമ്മളിനി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭയൊക്കെ നമുക്കിതിൽ പഠിക്കണം. കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. കാരണം നമുക്കിനി പുതിയ പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ വരുന്ന ഓരോ പരീക്ഷകൾക്കും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.